ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കും. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെമീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. അതെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനൊരു മോര് കാച്ചലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ മോര് കാച്ചലാണ്. അപ്പോൾ അതാ നല്ല നാടൻ മോരാട്ടോ, നല്ല പുളിയുണ്ട്. അതിലേക്ക് ഒരു 5-6 പച്ചമുളക് എരിവ് കുറവാണ്. 5-6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. നല്ല അടിപൊളി ഒരു കറിയായിരിക്കും. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ജീരകം പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇട്ട് ചുവന്ന് വരുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണേ. അതിന് ശേഷം തൈര് വയ്ക്കാം. നമുക്ക് നോക്കാം. മോര് കാച്ചിയതും കയ്പ ഉപ്പേരി, കോര പൊരിച്ചതും കേട്ടോ. കുറച്ച് കറിയുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എല്ലാം ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി ഇട്ട് മൂപ്പിക്കണം. അതിന് ശേഷം പച്ചമുളക് വറുത്തെടുക്കണം. ഇത് വേറെ ഒരു കറിയും വേണമെന്നില്ല കേട്ടോ, ഇത് മാത്രം മതി. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്കതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത് വരണം കേട്ടോ. അതിന് ശേഷം മുളകിടാൻ പറ്റും. ഒരു കുഞ്ഞി കഷ്ണം കായ ഇടുന്നുണ്ട് കേട്ടോ, ചെറുത്ത്. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഇതെല്ലാം കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാം. ഈ പച്ചമുളക് നന്നായിട്ട് ചുവന്ന കളർ വരണം കേട്ടോ, മൊരിഞ്ഞ് വരണം. അതിന് ശേഷം തൈര് ഒഴിച്ച് തൈരൊന്ന് ചൂടായാൽ മതി. എന്നാലും നമുക്ക് ഇറക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ മുളകെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളിലേക്ക് തൈര് വെച്ച് വെക്കാം. തീ കുറക്കണം, അതിൽ പെട്ടെന്ന് തിരിഞ്ഞു വരും. ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായാൽ മതി. അത് ഉരച്ചെടുത്ത് സെറ്റായി അപ്പം. അപ്പോൾ ഇതാണ് നമ്മളെ മോര് താളിച്ച്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, വീഡിയോയിൽ അങ്ങനെ കാണില്ല തോന്നുന്നു. നല്ല അടിപൊളി സ്മെല്ലും ഒക്കെയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ, വേറെ കറികളൊന്നും വേണമെന്നില്ല. നല്ല വിശന്ന സമയമായിട്ടുണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരും ടാറ്റാ.